ഹായ് ജമീല. എന്താടി ഒരു മുന്നറിയിപ്പില്ലാതെ? എന്തെങ്കിലും പുലിവാൾ ഒപ്പിച്ചോ നീ? ഇല്ല. നിന്റെ റോസി എങ്ങനെ? ഡാഡിയുടെ ഫോൺ ഉണ്ടായിരുന്നു. കല്യാണക്കാരിയാവും അല്ലേ? നീ ആവശ്യപ്പെട്ട കാസറ്റ് കഴിഞ്ഞ ലോകസുന്ദരി മത്സരത്തിലെ പ്രകടനങ്ങളാ. താടി ലേശം കൂടിയിട്ടുണ്ട്. വാരിയൊലിച്ച് തിന്നുന്നുണ്ടല്ലേ? പൊടി. നീ ഇപ്പൊ കസ്തൂരി മഞ്ഞളും രക്തചന്ദനം തേച്ച് കുളിക്കാറില്ലേ? 2 മണിക്കൂറോളം അതും തേച്ചു. സഹിക്കാനാ വയ്യാത്തെ. മോളെ, ഇത്തിരി ബുദ്ധിമുട്ടിയാലേ എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിയും. സൗന്ദര്യ മത്സരത്തിന് ഇനി 1 മാസമേ ഉള്ളൂ. ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. ഒരടി വെച്ച് വന്നിട്ടുണ്ടല്ലോ. പോയി കുളിച്ചിട്ടോ. അപ്പോഴേക്കും ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാം. ജമീല ഇപ്പൊ എത്തി. എന്താ മോളെ വിശേഷം? ഒന്നുമില്ല ആന്റി. സുന്ദരിയെ കണ്ടില്ലേ? കണ്ടു. മഞ്ഞൾ തേച്ച് കുളിക്കാം. ഓ, ഏയ്, എന്താടി ഇങ്ങനെ നോക്കുന്നേ? കുളി കഴിഞ്ഞപ്പോ നീ കൂടുതൽ സുന്ദരിയായതുപോലെ. ഇത്രയും സുന്ദരിയായി നീ എന്താ കല്യാണത്തിന് സമ്മതിക്കാത്തെ? എന്തടി ചിരിക്കുന്നേ? ആരെങ്കിലും കല്യാണം കഴിക്കാതെ ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് കുറെ ആലോചന വന്നതല്ലേ? അതാരും മുടക്കി. എനിക്കെതിരെ ആരും കളിക്കുന്നുണ്ട്. കളിക്കണ്ട ദിനം ഭാഗ്യമില്ലാത്തവര്. അല്ലാതെന്താ? അത്ര കണ്ടങ്ങ് സൂചിപ്പിക്കണ്ട. നിന്റെ പകുതിയെങ്കിലും സൗന്ദര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം അഹങ്കരിച്ചേനെ. നിന്റെ അമ്മാവന്റെ മകൻ എങ്ങനെ? എന്താടി കാര്യം? അവനെന്തെങ്കിലും കുസൃതി ഒപ്പിച്ചോ? അവന്റെ ഹോബിയെ കാസറ്റുകൾ കാണലാണ്. എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ലെന്നേ. ആള് എന്താ അമ്മായി? നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? നീ നല്ലവനാവാൻ വേണ്ടി എവിടെ കൊണ്ടു നിർത്തിയത്? നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. നീ നല്ലവനായെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ കോളേജിൽ പോയിക്കോളാം. കണ്ടില്ലേ, എപ്പോഴും കാസറ്റ് കാണില്ല അവന്റെ ജോലി. നല്ല കാസറ്റ് ആണെങ്കിലും വേണ്ടില്ല. ഞാനൊന്ന് വാരിയിട്ട് വരാം. നിന്നെ വാരാതെ നോക്കുമോളെ. ഒന്ന് പോടി ഇവിടുന്ന്. ഉണ്ണി കാസറ്റ് കൊണ്ടുപോവാണോ? അതെ. ഞങ്ങൾക്കൊന്ന് കാണുമായിരുന്നു. വേണോ? എങ്കിൽ തരാം. അല്ല, ഏത് സിനിമയാ? മറ്റവനാ. അയ്യേ, ഉണ്ണി ഇത്രക്കാരനാണോ? നീയൊക്കെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കാണുന്നു, ഞാൻ എന്റെ മുറിയിലും. വരട്ടെ മോളെ. വേല എന്റെ അടുത്ത് വേണ്ട. ഈ കാസറ്റ് ഒന്നുമില്ലല്ലോ. ദിവസവും 2 കാസറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഉണ്ണിയാഴ്ച തരാന്ന് പറഞ്ഞിട്ട് 2 മാസമായി. അവള് ഭയങ്കര ഓട്ടമാണ്. ഇന്ന് വൈകിട്ട് കൊണ്ടുവരും. ഉറപ്പാണല്ലോ? 10 രൂപ കൂടുതൽ വരേണ്ടി വരും. 10 രൂപ കൂടുതൽ വരും ഉണ്ണിയാഴ്ച ആണെങ്കിൽ. വേണ്ട, രൂപ പിന്നെ മതി. വേണ്ടിരിക്കട്ടെ, വൈകിട്ട് കാസറ്റ് തന്നാ മതി. ഇങ്ങനെ ഒരു ഭ്രാന്തുണ്ടോ? ജമീല, നിനക്കിഷ്ടമല്ലെങ്കിൽ കല്യാണം കഴിക്കണ്ട. ഇഷ്ടമില്ലഞ്ഞിട്ടല്ല, റോസിയെ കുറിച്ച് ഓർക്കുമ്പോ കാര്യങ്ങൾ പറഞ്ഞ റോസിക്ക് മനസ്സിലാവില്ലേ? ഇത് നീ വിചാരിക്കുന്ന പോലെ അല്ല. അവളിപ്പോ ഹോസ്റ്റലിൽ താമസിക്കുന്നത് തന്നെ എനിക്ക് വേണ്ടി മാത്രമാ. ഞാൻ സംസാരിക്കാം. വേണ്ട. വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അവളോട് ഈ കാര്യം സൂചിപ്പിച്ചു. എന്തു പറഞ്ഞു? തെറ്റായ ബന്ധങ്ങൾ അവസാനിപ്പിക്കണം ജമീല. റോസിയെ നീ മറക്കണം. അവൾ എന്നെ കൊല്ലും. കല്യാണം കഴിഞ്ഞാലും ഒരു നല്ല ഭാര്യയാകാൻ കഴിയുമോ?
നിനക്ക് നല്ല ഭാര്യയാവും കഴിയും. ഇന്ന് ഈ റോസിയെ കാണരുത്, അങ്ങോട്ട് പോവരുത്. സമയം കൊറേയായി, വിശപ്പില്ലേ? എന്താ രണ്ടുപേർക്കും ആഹാരമൊന്നും കഴിക്കണ്ടേ? വരൂ. ഉണ്ണിയാർച്ച വീട്ടിൽ ചെന്ന് ഇട്ട് നോക്കുമ്പോ കാസറ്റ് മാറ്റണമെങ്കിൽ തന്നെ ഞാൻ വെറുതെ വിടില്ല. സത്യമായിട്ട് ഉണ്ണിയാർച്ചയാണ്. പിന്നെ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. ക്ലാരിറ്റി പറഞ്ഞാലും ഉണ്ണിയാർച്ച തന്നെയല്ലേ? അതേന്ന് പറഞ്ഞില്ലേ, പിന്നെ ഒരു കൂട്ടുകൂടി ഉണ്ടാക്കി കാണുന്നതായിരിക്കും രസം. തൽക്കാലം ഞാൻ മാത്രം കണ്ട് ആസ്വദിച്ചോളാം കേട്ടോ. എന്ത് വേണം? നിനക്കെന്താ ഇത്ര ദേഷ്യം? ഞാനൊരു സിനിമ കണ്ടോണ്ടിരിക്കുക. സിനിമയൊക്കെ പിന്നെ കാണും. എനിക്ക് VCR ഒന്ന് വേണം. സൗന്ദര്യ മത്സരത്തിന്റെ കാസറ്റ് കാണാനാ. ഞാൻ കണ്ടിട്ട് തരൂ. എനിക്ക് വേണം. പറ്റില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ലെന്ന്. ഇങ്ങോട്ടാ തട. പറ്റില്ല. ഇങ്ങോട്ട് തരില്ല. തരാനല്ലേ പറഞ്ഞത്? ആ, തരില്ല. ഇങ്ങോട്ട് തരാൻ. എനിക്ക് വേണം പറ്റില്ല പറഞ്ഞില്ലേ? ഇങ്ങോട്ടാ തരില്ല ഞാൻ. താടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് തരാൻ. ചുമ്മാ പോ. വിട്. തരില്ല. ആ. ഇതൊന്ന്. ചുമ്മാ ഇരിക്ക്. വിട് അങ്ങോട്ട്. തരില്ല. എനിക്ക് തരാൻ. ഛെ. ഉണ്ണി ഉണ്ണി ഉണ്ണി
ഞാൻ തൊടുമ്പോഴേ ഉണ്ണിക്ക് ദേഷ്യമുള്ളല്ലേ? കള്ള. തരില്ല. ഏമേ, ഈ പെണ്ണ് എവിടെ പോയി കിടക്ക? ഉണ്ണി, ഉണ്ണി, ഞാൻ പോവാ. നീ കോളേജിൽ പോകുന്നില്ല ആവട്ടെ? പോടാ, ചെക്കനൊരു കൊതി. ഞാൻ പോയിട്ട് വരട്ടെ. ബൈ. ഞാൻ കൊണ്ടുവിടാം. വേണ്ട, എന്റെ പൊന്നു മോൻ നേരത്തെ കോളേജിൽ പോവാൻ നോക്ക്. ഓക്കെ. ഉണ്ണിക്ക് എന്നെ ഇഷ്ടമല്ലല്ലേ? നോക്കിക്കോ, ടീച്ചർ വരുമ്പോ ഞാൻ എല്ലാം പറയും. എന്തു പറയുന്ന? അത് ഉണ്ണിയും സുന്ദരിയും തമ്മില് 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 എനിക്കെല്ലാം അറിയാം. പോട്ടെ. ഇതാ നിന്റെ ശമ്പളം. എന്താ കാര്യം? എന്താ കാര്യമെന്നാ ഞാൻ പറയണോ? ഉണ്ണിയുമായി നീ എന്തെടുക്കുമായിരുന്നു? ഈ നിമിഷം മുതൽ ഇവിടെ കാണാൻ പാടില്ല. ഉണ്ണി എങ്ങോട്ടാ പോണേ? ടൗണിലൊന്ന് പോണം. ഞാനിവിടെ തനിച്ചാവില്ലേ? ഉണ്ണി എങ്ങോട്ടും പോണ്ട. ഇവിടെ ഇപ്പൊ വേറെ ആരുമില്ല. അപ്പൊ ഹേമയോ? അവളിനി രാത്രിയിലേ വരൂ. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? വൃത്തികെട്ടവനാ നീ. ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഹലോ മോളെ, ഞാനാ ചേച്ചി. അമ്മേ, ചേച്ചിയുടെ ഫോൺ. നിനക്ക് സുഖാണോ? ആ, അമ്മച്ചോട് പറയണം. നാളെ ചേട്ടനും ഞങ്ങളും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്.
സുന്ദരിയായ ഒരു പെണ്ണിന്റെ അടുത്ത് ഒരു പുരുഷൻ വന്ന എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇറങ്ങി പോകുന്നുണ്ടോ? വെറുതെ ബഹളം വെക്കണ്ട. നിന്നെ കണ്ടുകൊണ്ടാണ് നിന്റെ ചേച്ചിയെ ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് നിന്നെ വേണം. മറ്റൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നീ സ്വപ്നം കാണണ്ട. അത് ഞാൻ നടത്തില്ല. കല്യാണം നടന്നില്ലെങ്കിലും നിന്റെ ആഗ്രഹം നടക്കില്ല. അതിലും ഭേദം മരണമാണ്. മരിക്കാൻ പോകുന്നവർക്ക് പിന്നെ എന്തിനാടി നാണവും മാനവും? അയാൾ പറഞ്ഞു വിടമേ, ഇങ്ങനൊരു ബന്ധം നമുക്ക് വേണ്ട. മോള് പറഞ്ഞ ശരിയാ. പക്ഷേ എന്റെ ചേച്ചിയെങ്കിലും സുഖമായി ജീവിക്കട്ടെ. അയാളെ പറഞ്ഞു വിട്ട മോടെ ചേച്ചി അനാഥയാവില്ലേ? കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിക്കും മോളെ. എന്താ? എന്നോട് ക്ഷമിക്കണമേ. ഗൗരി ഇത് അറിയരുത്. അറിയാതെ പറ്റിയതാണ്. ഇനി ഇത് ആവർത്തിക്കില്ല. മദ്യത്തിന്റെ ലഹരിയിലാണ് അങ്ങനെ തോന്നിയത്. എന്നോട് ക്ഷമിക്കില്ല അമ്മേ. അറിയാതെ പറ്റിയതാണെങ്കിൽ ക്ഷമിക്കാം. സത്യമായിട്ട് അറിയാതെ പറ്റിയതാണ്. ഗൗരി ഇത് അറിയരുത്. മോളെ, മക്കള് വന്നേ. ഇന്നെന്താ പതിവില്ലാതെ? ഇത് കേരള സ്പെഷ്യൽ. വീടങ്ങോട്ട്. ചേച്ചി, സുന്ദരി കഴിച്ചോ? ഓ, അവക്ക് അങ്ങനെ ആഹാരമൊന്നും വേണ്ട. സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവല്ലേ? ഞങ്ങളോടൊപ്പം ഇരുന്നാൽ എന്താമ്മേ? മോളെ, എന്താ അമ്മേ? മോൾ അങ്ങോട്ടിരി. ഓക്കെ, തരട്ടെ? ഞാൻ പിന്നെ കഴിച്ചോളാം. കയ്യിന്ന് വിട്. വിടാൻ. ദേഷ്യം മാറിയിട്ടില്ലല്ലേ? മരിക്കുമ്പോ മാറും. ഞാനോ നീയോ? രണ്ടിലാരെങ്കിലും. നിന്നെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദയവ് ചെയ്ത് എന്നെ ദ്രോഹിക്കരുത്. എങ്കിൽ എന്റെ ആഗ്രഹം സാധിച്ചു തരണം. ഇല്ല, സാധിച്ചു തരില്ല.
എങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ മറ്റൊരാളുടെ ഭാര്യ ആവില്ല. എന്തു പറഞ്ഞാലും ശരി, തന്റെ ആഗ്രഹം സാധിച്ചു തരില്ല. എവിടുന്ന് ഞാൻ പോകും മുമ്പ് ചോദിച്ചിരിക്കും. ഞാനൊന്ന് ജാനകി ടീച്ചറുടെ വീട് വരെ പോയിട്ട് വരാം. അമ്മയുടെ വലിയ കൂട്ടുകാരിയാ. കുഞ്ഞിന് ഓർമ്മയുണ്ടോ എന്തോ? ഉണ്ട്. ആ, ഞാനിപ്പോ വരാം. നമസ്കാരം. അല്ല, ഇതാര്? ശങ്കുണ്ണിയോ? എത്ര നാളായി കണ്ടിട്ട്? താമസിക്കാൻ ആള് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ വരും? ഭാനുമതി വന്നിട്ടുണ്ടോ? ഇല്ല, മകൻ ഗോവൻ വലിയ ചിത്രകാരനാ. 2 മാസത്തോളം ഇവിടെ ഉണ്ടാവും. ഓ, ഭാനുമതിയെ കണ്ടിട്ട് വർഷങ്ങളായി. മോന്റെ കല്യാണം കഴിഞ്ഞു കാണുമല്ലോ അല്ലേ? ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടെത്തിയില്ലെന്നാ പറയുന്നത്. ടീച്ചറെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇറങ്ങട്ടെ? ശരി. ഓ. സുന്ദരിയല്ലേ? അതെ, എന്റെ പേരെങ്ങനെ അറിയാം? പേര് മാത്രമല്ല, സുന്ദരിയുടെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ മനസ്സിലായില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാ. അന്നത്തേക്കാൾ സുന്ദരിയായിപ്പോ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചെറിയൊരു ജോലിയുണ്ട്. അമ്മയ്ക്ക് സുഖമല്ലേ? സുന്ദരിയുടെ അമ്മയെക്കുറിച്ച് എന്റെ അമ്മ എപ്പോഴും പറയും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റൊരാഗ്രഹം പറയുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നില്ല. സുന്ദരിക്ക് ഇഷ്ടമായില്ലെങ്കിലോ? പറയുന്നേ. പറഞ്ഞു കഴിയുമ്പോ എന്നെ വെറുക്കരുത്. കാര്യം പറയുന്നേ. ഈ സുന്ദരി പെണ്ണെ കുറിച്ച് അമ്മയ്ക്കൊരു ആഗ്രഹമുണ്ട്. എന്താഗ്രഹം? എന്റെ അമ്മയ്ക്ക് മരുമകളായി കിട്ടണമെന്ന്. എന്താ, ഇഷ്ടമല്ലേ? എക്സ്ക്യൂസ് മീ, ഞാൻ ബാബു. ഞാൻ കേരളത്തിന് വെളിയിലാണ്. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക് യു. ഇതങ്ങോട്ട് സ്വീകരിച്ചാലും. എന്താ ഇത്? കലാകാരന്മാർക്കുള്ള സമ്മാനമാണ്. ശങ്കുണ്ണിയേട്ട എന്നോട് പറഞ്ഞു ആളൊരു രസികനാണെന്ന്. ഇന്ന് നമുക്ക് ഇവനെ ശരിപ്പെടുത്താം അല്ലേ? ഇതുവരെ കണ്ടില്ലല്ലോ. കുടിച്ചു കഴിഞ്ഞ ആള് മഹാബോറിന. അത് പിന്നെ ചോദിക്കാനുണ്ടോ? വലിയ കുപ്പിയായിട്ടല്ലേ പോയത്. പുതിയ താമസക്കാരനെയും ചീത്തയാക്കും. ഈയിടെയായിട്ട് മദ്യപാനം ഒത്തിരി കൂടുതലാ. വരണുണ്ട്. ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തിനാ ഇദ്ദേഹത്തെ കുടിപ്പിച്ചത്? അതിന് നിനക്കെന്താ? നീ എന്റെ ഭാര്യ ഒന്നും അല്ലല്ലോ. ഞാൻ കുടിപ്പിച്ചതല്ല. ആരെയും കുറ്റപ്പെടുത്തണ്ട. എന്റെ വിധിയാ ഇതൊക്കെ. ഇത്തിരി മദ്യപിച്ചെന്നോടി നിന്റെ ഈ ചേട്ടൻ. എന്നോടൊന്നും തോന്നരുത്. തോന്നട്ടോ? തോന്നിയാ നമുക്ക് പുല്ലാണെന്ന് പറയടോ കലാകാര. അല്ലേ ഭാര്യ? ബാബുച്ചേട്ടൻ മന്നി. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
അയ്യോ എന്താ മോളെ ഇത്? നായ കടിക്കില്ലേ? ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ നായെ കടിച്ചേനെ മോളെ. കൂട്ടി കിടക്കുന്ന പട്ടി എങ്ങനെ അടി കടിക്കുന്നത്? നായയുടെ വായിൽ കൈയിട്ട് കൊടുത്താൽ അത് കടിക്കാതിരിക്കുവോ? മോളെ മിനിക്കുട്ടി, ആ ചെല്ലു മോളെ, അമ്മൂമ്മ വിളിക്കുന്നു. അവള് പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. അവൾ എന്തെടുക്കായിരുന്നു അവിടെ? അവര് തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചോണ്ട് നിന്നിരിക്കും. അതോ നീ എന്തിനാടി എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? നിന്റെ അനുജത്തെ ആളത്ര ശരിയല്ല. ആവശ്യമില്ലാത്തത് പറയരുത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ വളരെ സോഷ്യലാണ്. സോഷ്യലായി നടക്കുന്നവ കൊള്ളാം, അവസാനം അവര് തമ്മിൽ നല്ല ചേർച്ച. കലാകാരനാണ്, എല്ലാ ദുശീലങ്ങളും കാണും. അത് മതിയെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. എന്തെങ്കിലും നോക്കുന്നേ? സുന്ദരി എനിക്ക് മോഡലായി കിട്ടിയിരുന്നെങ്കിൽ. എന്റെ പടം വരയ്ക്കാനാണോ? ഒരു ദിവസം പറഞ്ഞ റെഡി. ഒരു ദിവസം പോരാ, ഒരു ആയുഷ്കാലം മുഴുവൻ വേണം. എന്താ, ഇഷ്ടമല്ലേ? നിർത്തും. എന്റെ സുന്ദരിക്കുട്ടിയെ ലോകത്തിന് പരിചയപ്പെടുത്തും, ഒരു വിശ്വസുന്ദരിയായി. ഗോപൻ നല്ലവനാ. സുന്ദരിക്ക് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ. എന്താ? എനിക്കിഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ ചേട്ടൻ ഈ ബന്ധം അത്ര ഇഷ്ടമല്ല. നിന്റെ ഭർത്താവിന് ആരെ ഇഷ്ടമാവില്ല. ദുഷ്ടൻ. എന്നാലും നീ പറയുന്നത് കേൾക്കുമ്പോ ഒരു സുഖം. സുഖം? നിനക്കെന്റെ സ്വഭാവം അറിയാലോ. എന്റെ കല്യാണം മുടക്കിയാണല്ലേ? അതേടി, ഇനിയും മുടക്കും. എനിക്ക് മുടക്കി നോക്ക്. ഞങ്ങൾ ഇനി നിന്റെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോന്നുള്ളൂ. അതിനൊക്കെ ഇനി സമയമില്ലേ ചേച്ചി? പലതും മുടങ്ങിപ്പോയി. ഇതും മുടങ്ങില്ലെന്ന് എന്താ ഉറപ്പ്? നടക്കും. ചേട്ടനും അയാളെ ഇഷ്ടമായി. നേരോ? ചേട്ടന് ഇഷ്ടമായെന്നോ? അതെ, ആദ്യമൊന്നും താല്പര്യമാ. ഗൗരി, സുന്ദരിക്കുട്ടിക്ക് ആഭരണം നമ്മുടേതായി കൊടുക്കാം അല്ലേ? ആ അതെ. ഞാനൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. ഈ വേഷം മതിയോ? എന്താ ചിരിച്ചത്? ഒന്നുമില്ല. പറയുന്നേ. നിനക്കിഷ്ടാവില്ല. പറഞ്ഞു നോക്ക്. ഛെ, അതൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. എങ്കിൽ പിന്നെ വെള്ള സാരി എടുത്ത് ഒരു വിധവയുടെ വേഷമായാലോ? ഇങ്ങനൊന്നും പറയരുത്. പടം വരയ്ക്കാനല്ലേ? സുന്ദരിയായ ഒരു വിധവയുടെ ചിത്രം വരയ്ക്കണം. ഞാൻ ആ വേഷം. നമ്മുടെ വിവാഹം കഴിഞ്ഞ പിന്നെ ഞാൻ ആ വേഷം നിന്നെ ധരിപ്പിക്കില്ല. ശരി, വെള്ളസാരി എവിടെ? സുന്ദരി, ഒരു അലങ്കാരവും പാടില്ല. വിധവയെ കണ്ട സഹതാപം തോന്നണം. ഈ വേഷം എങ്ങനെ? ശരിക്കും വിധവയാണെന്ന് തോന്നില്ലേ? എന്താ ഇങ്ങനെ? നിന്നൊരു വിധവയാക്കി വരയ്ക്കാൻ എനിക്ക് കഴിയില്ല.
എന്തു പറ്റി? സുന്ദരി, ഉം? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ആ സീറ്റ് ഗീത, ഇനി ഇത് വേണ്ട. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിനക്കെന്നെ നമുക്കിനി വേർപിരിയാനും പറ്റില്ല. അത്രമാത്രം അടുത്തുപോയില്ലേ? ഇവോ തമാശ പറയാനുള്ള സമയമല്ല. നമ്മുടെ കല്യാണം തീരുമാനിച്ചിട്ടും ഞാൻ ഈ കാര്യം പറയാൻ വൈകി. ഗോപേട്ടൻ പറഞ്ഞു വരുന്നത്? ഞാനൊരു കലാകാരനാണ്. ഇതാണോ കാര്യം? എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമുണ്ട്. എന്നിലെ കലാകാരൻ ദോഷം വരുന്ന ഒരു കാര്യവും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, സമ്മതിച്ചു. ബട്ട് വൺ തിങ്, ഗോപേട്ടന്റെ ഭാര്യയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഗോപേട്ടനും ചെയ്യാൻ പാടില്ല. ഇല്ല, നിനക്കെതിരെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്നാ നമ്മുടെ കല്യാണത്തിന് ശേഷം ഞാൻ പാരീസിലേക്ക് വീണ്ടും പോകും. 1 വർഷം കഴിഞ്ഞ് നിനക്ക് എന്നോടത്ത് വരാൻ കഴിയും. എന്തു പറയുന്നു? ആലോചിച്ച് ഒരു ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ? പ്രിയപ്പെട്ട ഗോപന്, നീ ഇനി പാരീസിലേക്ക് വരുന്നില്ലേ? പാരീസ് നിനക്ക് ജീവനായിരുന്നില്ലേ? നിന്നെ ഏറെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ ഉണ്ടായിട്ടും നീ കേരളത്തിൽ തന്നെ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നു. നിന്റെ ഭാവി രൂപപ്പെട്ടത് പാരീസിലാണ്. 1-2 വർഷം കൂടി നീ ഇവിടെ ഉണ്ടാകണം. വരില്ലേ? സ്നേഹപൂർവ്വം, അച്യുതൻകുട്ടി. ആരുടെ കത്ത്? എന്റെ ഫ്രണ്ടിന്റെ. രണ്ടോ? ലേഡിയാണോ പുരുഷനാണോ? ലേഡി. എന്താണോ, ഒരു പുരുഷന് ലേഡി ഫ്രണ്ട് ഉണ്ടായിക്കൂടെ? ആകാം, പക്ഷേ ഒരു ഭർത്താവിന് പാടില്ല. ദാ. മനസ്സിലേ? നല്ല അവസരമാണ്, കളയരുത്. 2 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോ അത് 5 വർഷമാണെന്ന് മതി. എത്ര വർഷമായാലും എന്താ, എന്റെ ഗോപേട്ടന്റെ പ്രശസ്തിക്ക് വേണ്ടിയല്ലേ. ഞാൻ വെയിറ്റ് ചെയ്യാം. എന്റെ ജമിക്ക് കല്യാണം തീരുമാനിച്ചു. എന്റെ സങ്കല്പത്തിലുള്ള സുന്ദരനായ ചിത്രകാരൻ. കല്യാണത്തേത് തീരുമാനിച്ചില്ല. കല്യാണത്തിന് കുറേ ദിവസം മുമ്പേ നീ വരണം. ജമിക്ക് സുഖമില്ലേ നിന്റെ സുന്ദരി? അല്ല, സുന്ദരിക്കുട്ടിയുടെ പേടി ഇതുവരെ തീർന്നില്ലേ? നീ എന്റെ അനിയത്തിയാണ്. ആ, ഇതിലേതാ? ഏതാ നിനക്കിഷ്ടം? നിങ്ങളൊക്കെ തീരുമാനിച്ചാ മതി. എന്നാ ശരി. ഉം. കല്യാണത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരും. അവിടെ പാർട്ടിക്കുള്ള എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് ആരും വരണ്ട. ആ, ഓ, ഓക്കെ, ബൈ. നന്നായിരിക്കുന്നു. ആരാ? ഞാൻ ഉണ്ണികൃഷ്ണൻ. കയറിയിരിക്കും. ഇല്ല, ഇരിക്കുന്നില്ല. സുന്ദരി കൊണ്ടൊരു കാര്യം പറയാൻ വന്നതാ. വീട്ടിൽ ചെന്നപ്പോ ഇവിടെയാണെന്ന് അറിഞ്ഞു. വീട്ടിലേക്ക് വരുന്നു. എനിക്കിപ്പോ സംസാരിക്കാനുണ്ട്. ചെല്ല്, നമുക്ക് പിന്നെ കാണാം. ഉണ്ണി, നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വന്നത്? വരൂ. എന്റെ കല്യാണം തീരുമാനിച്ചു. അറിഞ്ഞു. നീ എന്റെ കല്യാണം മുടക്കാനാണ് വന്നത്? കഴിഞ്ഞതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു. ഞാനൊന്നും മറന്നിട്ടില്ല. നിന്റെ ഭാവം എന്താ? എനിക്കൊരാഗ്രഹമുണ്ട്, അത് സാധിച്ചു തരണം. ഇല്ല, ഇനി അത് നടക്കില്ല. ഒരിക്കൽ എനിക്കൊരു തെറ്റുപറ്റി. എനിക്ക് വേണ്ടത് നിങ്ങളുടെ ശരീരമല്ല, സ്നേഹമാണ്. ഒരു സഹോദരിയുടെ സ്നേഹം. നാളെ ഞാൻ ഗൾഫിലേക്ക് പോവാ. സുന്ദരിക്കുട്ടിയോട് മാത്രമേ എനിക്ക് യാത്ര പറയാനുള്ളൂ. എന്നെ ഒരു സഹോദരനെ പോലെ കരുതണം. നല്ല ഭാര്യയായി ജീവിക്കണം. നിനക്ക് നല്ലതേ വരൂ. ഉണ്ണി,
ഓടാതെ മോനെ, ഞാൻ ഇത്തിരി കഴിക്കുമെന്ന് കരുതി എന്നോട് ഇത്ര ബഹുമാനമൊന്നും വേണ്ട. എന്താ കാര്യം? എങ്ങോട്ടാ യാത്ര? വീട്ടിലേക്ക്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ, നീ സത്യം പറയണം. പറയാം. ഇവിടുത്തെ വേലക്കാരിയെ ഞാനിപ്പോ മാർക്കറ്റ് വെച്ച് കണ്ടു. പേടിക്കണ്ട, നിന്നെ കുറിച്ച് അവൾക്ക് നല്ല അഭിപ്രായം. ഇപ്പൊ നിന്നെ സുന്ദരിക്ക് വേണ്ട അല്ലേ? അവളുടെ വിവാഹം നമുക്ക് മുടക്കാം. എന്താ? അതെ, ഇതോടെ കുടിക്ക്. എന്താ, കല്യാണത്തിന് മുമ്പ് തന്നെ സുന്ദരിയെ പേടിച്ചു തുടങ്ങിയോ? കല്യാണം കഴിഞ്ഞ് കുടിക്കില്ലെന്ന് ഞാൻ അവരോട് സത്യം ചെയ്തിട്ടുണ്ട്. കഷ്ടം, ജീവിതം പകുതി പോയി. കല്യാണം കഴിഞ്ഞിട്ടാണ് പലരും കല്യാണത്തിന് മുമ്പേ അടിമയായി. പക്ഷേ തന്നെ പോലെ നല്ല മനസ്സല്ല എന്റെ അനുജത്തിക്ക്. മനസ്സിലായില്ലല്ലേ? മുമ്പ് നടന്ന കാര്യങ്ങൾ വല്ലതും എന്തു കാര്യം? എന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശുദ്ധൻ. അവളിപ്പോഴും എന്റെ ഭാര്യയായിട്ടാ കഴിയുന്നത്. ഞാൻ ഇങ്ങോട്ട് വരാൻ വൈകിയാൽ അവൾ അങ്ങോട്ട് വരും. ചുരുക്കം പറഞ്ഞാൽ എന്റെ എച്ചിലാണ് താൻ തിന്നാൻ പോണത്. അനിയ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഒന്നും ചെയ്യാത്തത്. അവൾ നിന്നെ ചതിക്കുകയാണ്. രാവിലെ ഇവിടെ ഒരു ഉണ്ണി വന്നില്ലേ, അവന്റെയും ഭാര്യയായിരുന്നു അവൾ. ഇനി വേണമെങ്കിൽ കല്യാണം കഴിച്ചോ. കല്യാണക്കത്ത് കിട്ടിക്കാണുമല്ലോ. നാളെ ഇങ്ങ് എത്തണം, മനസ്സിലായോ? അതേടി, എന്റെ സങ്കല്പത്തിലുള്ള ഭർത്താവ് തന്നെയാ. എന്ത് മധു ഇതോ? ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും ഞങ്ങൾ പോകുന്നില്ല. എവിടെ പോയാലും ഞങ്ങൾ രണ്ടുപേരും അല്ലേ. ഓക്കെ, നാളെ കാണാം. ഇതൊക്കെ ഒന്ന് അണിഞ്ഞു വന്നാൽ സന്തോഷമാണ്. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ അഞ്ഞ് താഴേക്ക് വരാം. ഞാൻ താഴെ വയ്ക്കാം. എന്താ? ഒരു കാര്യം പറയണം. എന്ത് കാര്യം? എനിക്കൊരാഗ്രഹമുണ്ടെന്ന് പണ്ടേ നിനക്കറിയാലോ. ഇനിയെങ്കിലും എന്റെ മോളെ സാധിച്ചു തരണം. ഒരേ ഒരു പ്രാവശ്യം മാത്രം. അത് തരാതെ ഞാൻ വിടില്ല. ഇറങ്ങണ വെളിയിൽ. ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങുന്നത് എന്റെ ഒരു ശീലം.